നിനക്ക് രണ്ടെണ്ണത്തിന് അഹങ്കാരമുണ്ട്. നാട്ടുകാരെ മുന്നിൽ വെച്ച് ഞങ്ങൾ നിന്നെ ഒന്നും പറയൂലെന്ന്. ആൾക്കാർ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയിട്ട് തരാൻ എനിക്കറിയാം. വീടും സ്ഥലവും ഭരിക്കാൻ വേണ്ടി രണ്ടും കൂടെ കച്ചകെട്ടി ഇറങ്ങിയൊക്കെയാണ്. വീടും സ്ഥലമൊക്കെ ഭരിക്കണതിന് മുന്നേ നീയൊക്കെ ആദ്യം അവനവന്റെ കാര്യം നോക്കാൻ പഠിക്കണം. അതിന് വീടിന്റെ അടുക്കളയിൽ കയറി കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സ്ഥലവും വീടും നോക്കേണ്ടത്. നിന്റെ അച്ഛനൊക്കെ വട്ടാണ്. ഒരു കുന്തും അറിഞ്ഞിടത്ത് നിനക്കൊക്കെ സ്ഥലം എഴുതി തരാൻ പോകണം. എനിക്ക് കാണിച്ചാ നിനക്ക് കഴിവുണ്ട്. അവനെ എന്റെ അമ്മ ഇത്രേ ഉള്ളൂ. അമ്മ എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ എടുത്ത് എനിക്ക് പാത്രത്തിൽ താ, ഞാൻ സഹായിച്ചു. അതല്ല, അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കി തരാനായിട്ട്. അവനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അടുക്കളയിൽ കയറി ഞങ്ങളിൽ ആരാണ് നന്നായി കുക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. എന്നാ അമ്മ പുറത്തു പോയി അച്ഛനെ സഹായിക്കും. ഇവിടെ അമ്മ വരുന്നതിന് മുമ്പായിട്ട് സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം റെഡിയാണ്. വിത്തിൻ 30 minutes. ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതെങ്കിലും ചെയ്യും. എന്തോ നാവുണ്ട് എന്റെ. തുടങ്ങാം അംഗം. തുടങ്ങാം. മണി, സത്യം പറഞ്ഞാലേ ഒരു ഭാരം ഇറക്കി വെച്ചപ്പോ ഒരു ആശ്വാസം. ഇഷ്ടം തന്നെ രവിയേട്ടാ. മക്കളെവിടെ? എവിടെ? വീടും സ്ഥലമൊക്കെ ഭരണം തുടങ്ങുന്നതിന് മുന്നേ അടുക്കള ഭരണം പഠിപ്പിക്കാന്ന് വിചാരിച്ച് രണ്ടിടത്തും ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവിടെ ഉണ്ട്. അത് നന്നായി. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അതെ, പഠിക്കട്ടെ. ആണോ? അതന്നെ വേണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഇന്ന് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാമല്ലോ. അതെന്ത്? ഇന്നലെ വരെ കഴിച്ചത് അടിപൊളി ഭക്ഷണം അല്ലേ? മണി, അങ്ങനെയല്ല. നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? അതിന്റെ ഒരു സന്തോഷവും സുഖമൊക്കെ ഇല്ലേ? അതാ ഞാൻ തോന്നി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം വാവച്ച് കഴിക്കാൻ കൊള്ളാത്തോണ്ട് പറഞ്ഞത്. മനസ്സിലായി? കാര്യം മനസ്സിലായി? നിനക്ക് എന്തോന്നടി, എന്ത് പറഞ്ഞാലും വ്യാഖ്യാനം. ചുമ്മാ പറഞ്ഞതല്ലേ രവിയേട്ടാ. നീ അത് പിടിച്ച് കയറണ്ട. ഭക്ഷണം കൊണ്ടുവാ. രവിയേട്ടാ, ഇതെന്തോന്ന് മസാലയൊക്കെ ദേഹത്ത് വെച്ച് നമ്മളെ ഉച്ചക്ക് ഇവരെ ഫ്രൈ ചെയ്താണ് കഴിക്കേണ്ടത്. എനിക്ക് അറിഞ്ഞൂടേ. ഒരു കാര്യം പറയട്ടെ, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മുടെ മക്കളായതുകൊണ്ട് പറയല്ല. ഈ ലോകത്തോൽവികൾ ലോകത്തോൽവി കിട്ടുന്നുണ്ടല്ലോ. ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ലോകത്തോൽവി ഈ രണ്ടെണ്ണമാണ്. അമ്മ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അടുക്കള കയറുന്നില്ലേ? അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. എന്തൊരു സ്നേഹം! ഫെവിക്കോൾ ഒട്ടിച്ചതുപോലെയല്ലേ ഇരിക്കുന്നത്. നേരത്തെ ഞാൻ കണ്ട അവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് നിൽക്കുമ്പോഴേ രണ്ടിന്റെ സ്നേഹമൊക്കെ. അത് വേണം, എനിക്ക് ഇത് വേണം. ഇങ്ങനെ നിന്നതുകൊണ്ട്, ഷാജി നിന്നതുകൊണ്ട് ഞാൻ അടിച്ചില്ലെന്നേ ഉള്ളൂ. കൊടുക്കണ രണ്ടത് ഇപ്പൊ തന്നെ. ആ ഷാജിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഞാൻ പെട്ട പാട്. ഇവളാണ് ഭയങ്കര അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്. നീ ദേഷ്യപ്പെടണ്ട. ഈ അച്ഛൻ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുമ്പോ മക്കൾക്ക് അതിന്റെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഒരു വാശിയൊക്കെ കാണും പിള്ളേർക്ക്. അതാണ്, അത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്. അച്ഛനോടുള്ള സ്നേഹം. മക്കള് തമ്മിലും അച്ഛനമ്മമാര് തമ്മിലും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാ കുടുംബങ്ങളുടെ കാര്യം പറയണം. ഭയങ്കര സ്നേഹത്തിലും മുന്നോട്ട് പോകും. എന്ന് സ്വത്ത് ഭാഗം വെക്കുന്ന തുടങ്ങുവോ അന്ന് തീരും ആ സ്നേഹമൊക്കെ. അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, സഹോദരിയും വേണ്ട, സഹോദരന്മാരും വേണ്ട. ഇവളുമാരും അതുപോലെ തന്നെയായിരിക്കും രവിയേട്ടാ. സ്വത്തും വീടും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും പൊടിയും തൊട്ട് ഒറ്റ പൊക്കങ്ങ് പൊക്കോളും. നിനക്കൊക്കെ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ സ്വത്തും എന്താണെന്ന് കാണണോ? അറിയണമെന്ന് ആഗ്രഹം ഉണ്ടോ? തോന്നുന്നുണ്ടോ? എനിക്ക് വാ എന്റെ കൂടെ, ഞാൻ കാണിച്ചു തരാം എന്തോന്നാണെന്ന്. മണി, വാ. എന്താ അമ്മ കാണിച്ചു തരാന്ന് പറഞ്ഞ? മണി വാ. മാറ്റ്. മനസ്സിലായില്ലോ അല്ലേ? മനസ്സിലായി. നീ സ്നേഹത്തിലൊക്കെ കഴിഞ്ഞാ നിനക്ക് കൊള്ളാം. നമുക്ക് പോയി കണ്ടിട്ട് വരാം.
വാങ്ങട്ടെ ഇത് കാണിക്കുന്ന ചോറ്. മണി മണി നീ എന്തോ നോക്കുന്നേ? പറഞ്ഞൂടെ എന്തോന്നാണ് നോക്കുന്നത്? ഇതിനകത്താണോ സാധനം ഇരിക്കുന്നത്? വെറുതെ അല്ല, ഞാൻ കൊറേ നാളായിട്ട് പറയുന്നുണ്ട് ഇത് എനിക്കൊന്ന് തുറന്നാന്ന് തുറക്കാൻ സമ്മതിക്കാത്തതാ. ഇതാണ് അപ്പൊ അമ്മയുടെ നിധിപ്പെട്ടി. കൊള്ളാം. ഇതേ നമുക്ക് വേണ്ടി കൂട്ടി കൂട്ടി വെച്ചാൽ സ്വർണ്ണമായിരിക്കും കേട്ടോ. തുറക്ക എനിക്ക് എല്ലാം കൂടെ വേണ്ട, ഇവക്കും കുറച്ച് 2 വളയും ഒരു മാലയും ഒക്കെ കൊടുത്തേക്കാം. എല്ലാം കൂടെ അവർക്ക് താങ്ങൂല. കഴിഞ്ഞോ? ഊഹിക്കലൊക്കെ കഴിഞ്ഞോ? ഇതെന്താ നിങ്ങൾക്കറിയൂ? ഞാനും നിങ്ങളുടെ അച്ഛനും കൂടെ നീതി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളായിരുന്നു. ഈ ഉടുപ്പൊക്കെ നിങ്ങളുടെ മണമുണ്ട് ഇപ്പോഴും. നിങ്ങളെ കളിപ്പിച്ച കളിപ്പാട്ടങ്ങൾ ഓർമ്മയുണ്ട്? ഇത് ലോകത്തുള്ള ഏറ്റവും വലിയ സ്വത്തിനേക്കാളും ഞങ്ങൾക്ക് വാല്യൂ ഈ കളിപ്പാട്ടങ്ങളും ഈ പഴയ ഉടുപ്പുകൾക്കും. നിങ്ങളെ ഈ ഒരു പാവയ്ക്ക് വേണ്ടി എപ്പോഴും അടി ഉണ്ടാക്കുമായിരുന്നു. നിനക്കൊരു 2-2.5 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ അച്ഛൻ കൊല്ലത്ത് ബ്രാഞ്ചിലാ ജോലി ചെയ്യുന്നത്. അന്ന് നിനക്ക് വാങ്ങിച്ചിട്ട് വന്ന പാവയാ ഇത്. ഇത് കെട്ടിപ്പിടിച്ച് കിടന്ന് നീ ഉറങ്ങത്തുള്ളായിരുന്നുള്ളൂ അല്ലേ? എപ്പോഴും ഇത് വേണം ഇവൾക്ക്. സ്കൂളിൽ പോകാൻ നേരത്തെ തീർത്തോണ്ട് പോവായിരുന്നു. മക്കളെ, ഈ ഓർമ്മകളൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്, അല്ലാതെ വീടും പണവും സ്വർണ്ണവും ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇത് മാത്രം മതി എല്ലാ കാലവും സന്തോഷിച്ചിരിക്കാനായിട്ട്. ഇന്ന് ശരിക്കും നിങ്ങൾ അവിടെ വെച്ച് കാണിച്ചത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും കരയിക്കുമല്ലോ. ശരിക്കും പേടിയായി. അങ്ങനെയൊന്നും വേണ്ട. സ്വത്തും പണമൊന്നും അല്ല നമുക്ക് വലുത്, ഈ സ്നേഹവും ബന്ധവും ഒക്കെയാണ് അല്ലേ? അതല്ലേ വേണ്ട ഒരു വേട്ട. പിന്നെ വിഷമിക്കല്ലേ അമ്മ, പറ. നിങ്ങളങ്ങനെ മനഃപൂർവ്വം അടിയൊന്നും ഉണ്ടാക്കിയതല്ല അല്ലേ? അച്ഛാ, ഞങ്ങൾക്ക് സ്വത്തോ പണോ ഒന്നും വേണ്ട. അതിന്റെ പേരിലും പറഞ്ഞൊന്നും അല്ല ഞങ്ങൾ തല്ലുകൂടിയത്. ഞാനും ഇവളുമായിട്ട് എന്നും തല്ലുകൂടുന്നതല്ലേ? ഇവളെന്റെ അനിയത്തി കുട്ടിയല്ലേ, എന്തൊക്കെ തല്ലുകൂടിയല്ലേ. അയ്യേ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ മക്കളെ. മണി വിഷമിക്കാതെ. മക്കളെ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ തല്ലും വഴക്കൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിലേ ഇവിടെ ഉറങ്ങിയത് പോലെയാണ്. ഞങ്ങളിത് ചിലപ്പോൾ നിങ്ങളുടെ ഈ പിണക്കമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങളിത് പറയാറുണ്ട് ഞാനും മണിയും. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന്. ഈ സ്നേഹമുള്ള സമയത്തുള്ള നിങ്ങളുടെ ഈ പിണക്കമുണ്ടല്ലോ, ആ കലഹമൊക്കെ, അതാണ് യഥാർത്ഥ സ്നേഹം മക്കളെ. ഞങ്ങൾക്ക് അറിയാം മക്കളെ. ഞങ്ങളെ ഇല്ലാത്ത കാലത്ത് നിങ്ങൾ എപ്പോഴും പരസ്പരം ഉണ്ടായിരിക്കണം. ചേച്ചിക്ക് അനിയത്തി ഉണ്ടാവണം, അനിയത്തിക്ക് ചേച്ചി ഉണ്ടാവണം. സ്വത്തും പണവും ഒന്നും ഇല്ലെങ്കിലും അതിനു വേണ്ടി ഒരിക്കലും അടി ഉണ്ടാക്കല്. സ്നേഹം മാത്രം മതി. മോളെ, കണ്ണുടക്കി വിഷമിക്കാതെ. ഇനി ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെട്ട അച്ഛൻ കരയും. അതെ, നിങ്ങളുടെ 2 കുറച്ച് ഡ്രസ്സുകൾ എനിക്ക് തരുമോ? എന്തിനു? എനിക്ക് ഇതുപോലെ പെട്ടിയിലാക്കി വെക്കാൻ. അടിച്ചു പോയി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.